നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 676th day. Today 35th sloka of Pradhama Skandha 5th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 676 ദിവസം. ഇന്ന് പ്രഥമ സ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 35ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രധാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 35ാമത്തെ ശ്ലോകം. ഓം യദത്ര ക്രിയതേ കർമ്മ ഭഗവത് പരിതോഷണം ജ്ഞാനം യത്തദീനം ഹി ഭക്തിയോഗസമന്വിതം. ഓം തത്സത്. യദത്ര ക്രിയതേ കർമ്മ ഭഗവത് പരിതോഷണം ജ്ഞാനം യത്തദീനം ഹി ഭക്തിയോഗസമന്വിതം. ഓം ശ്രീകൃഷ്ണായ നമഃ. യദ് അത്ര ക്രിയതേ കർമ്മ ഭഗവത് പരിതോഷണം ജ്ഞാനം യത് അധീനം. ഓം ശ്രീകൃഷ്ണായ നമഃ. ജ്ഞാനം യത് അധീനം ഹി ഭക്തിയോഗസമന്വിതം. ഭക്തിയോഗസമന്വിതം എന്ന് പറഞ്ഞാൽ ഭക്തിയോഗത്തോട് കൂടിയ ജ്ഞാനം. യത് കർമ്മം യാതൊരു കർമ്മം ചെയ്യപ്പെടുന്നുവോ ഭഗവത് പരിതോഷണം ഭഗവാന്റെ പ്രീതിക്കായിക്കൊണ്ട്. അത്ര ഇവിടെ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്. അതായത് ഇവിടെ ഭഗവാന്റെ പ്രീതിക്കായിക്കൊണ്ട് യാതൊരു കർമ്മം ചെയ്യപ്പെടുന്നുവോ ഭക്തിയോഗത്തോടു കൂടിയിട്ടുള്ള ഭക്തിയോടൊത്തുകൂടിയിട്ടായിട്ടുള്ള ആ കർമ്മം ജ്ഞാനത്തിന് അധീനമാണ്. അതായത് ജ്ഞാനം നിറഞ്ഞതാണ്. അത് കർമ്മത്തെ തന്നെ നശിപ്പിക്കും എന്നാണ് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. ഭക്തിയോഗ സമന്വിതമായിട്ടുള്ള ഭക്തിയോട് കൂടിയിട്ട് ചെയ്യുന്ന യാതൊരു കർമ്മവും നമുക്ക് ജ്ഞാനത്തെ ജനിപ്പിക്കുകയും ആ ജ്ഞാനത്താൽ തന്നെ ആ കർമ്മത്തിൻ്റെ ഫലം കർമ്മം നശിക്കുകയും ചെയ്യും. അങ്ങനെ പരമമായ മുക്തി ലഭിക്കും എന്നാണ് പറയുന്നത്. കർമ്മം ചെയ്യുന്നതല്ല, ഭക്തിയാണ് മുഖ്യമെന്ന് പറഞ്ഞിട്ട് കർമ്മം തന്നെ ഭക്തിയോടുകൂടി ചെയ്താൽ അതിൽ നമുക്ക് ജ്ഞാനമുണ്ടാവുകയും ആ ജ്ഞാനം തന്നെ ആ കർമ്മത്തെ നശിപ്പിക്കുകയും ചെയ്യും എന്ന് ഇതിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. ജ്ഞാനം കൊണ്ട് അജ്ഞാനത്താൽ ചെയ്യപ്പെടുന്ന കർമ്മനാശം ഉണ്ടാകും. അതിൽ ഒട്ടും സംശയം വേണ്ട എന്നാണ് നാരദർക്ക് ആ മഹാമുനിമാർ പറഞ്ഞു കൊടുത്തത്. ആ മഹർഷിമാർ പറഞ്ഞു കൊടുത്ത അറിവ് നാരദർ വ്യാസമുനിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. യദത്ര ക്രിയതേ കർമ്മം. എപ്രകാരം ഏതൊരു കർമ്മം ഇവിടെ ഭഗവത് പരിതോഷണമായിട്ട് ഭഗവാനെ സമർപ്പിച്ചിട്ടുകൊണ്ട് ഭഗവാന്റെ പ്രീതിക്കായിക്കൊണ്ട് ചെയ്യുന്നുവോ ആ ചെയ്യപ്പെടുന്ന കർമ്മം ഭക്തിയോഗത്തോട് കൂടിയിട്ടുള്ളതായ ആ ഭഗവാൻ പ്രീതിക്കായി ചെയ്യുന്ന കർമ്മം ജ്ഞാനത്തിന് അധീനമാണ്, ജ്ഞാനമുള്ളതാണ്. ആ ജ്ഞാനം തന്നെ ആ കർമ്മത്തെ നശിപ്പിക്കുകയും ചെയ്യും എന്ന് പറയുകയാണ്. വീണ്ടും വീണ്ടും ഇത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഭഗവാനിൽ സമർപ്പിച്ചിട്ട് ഭഗവാന്റെ പ്രീതിക്കായിക്കൊണ്ട് ഭഗവത് സ്മരണയോടുകൂടി ഏത് കർമ്മം ചെയ്താലും ആ കർമ്മത്തിന് അതിൻ്റെ ദോഷമുണ്ടാവുകയില്ല. ആ കർമ്മം അതിൽ കൂടി തന്നെ നശിച്ച് പരമമായ മോക്ഷം ലഭിക്കും എന്ന് ഉറപ്പിച്ച് വീണ്ടും വീണ്ടും നമുക്ക് പറഞ്ഞു തരികയാണ്. ഭഗവത് പ്രീതിക്കായിട്ടോ അല്ലെങ്കിൽ ഭഗവാനെ
അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ദുഷ്പ്രവൃത്തി ചെയ്യുവാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം ഭഗവത് പ്രീതിക്കായിക്കൊണ്ട് എന്ന് പറഞ്ഞിട്ട് തെറ്റായ പ്രവൃത്തികൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്യുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഭഗവത് പ്രീതിക്കായിക്കൊണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഭഗവാനെ സ്മരിച്ച് ഭഗവാനെ സമർപ്പിച്ച് ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് എടുത്തെടുത്ത് പറയുന്നത്. ഭഗവാൻ എന്നത് നന്മയുടെ പ്രതീകമാണ്. നന്മയും സത്യവും ശുദ്ധിയും ഒക്കെ നിറഞ്ഞത് മാത്രം സ്വരൂപമാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഭഗവാനിൽ സമർപ്പിച്ച് ഭഗവത് പ്രീതിക്കായിക്കൊണ്ട് ചെയ്യുന്ന കർമ്മത്തിൽ ഒരു ദോഷവും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. ദോഷമായിട്ടോ അല്ലെങ്കിൽ മോശമായിട്ടോ ചിന്തിച്ചിട്ട് ഭഗവത് പ്രീതിക്കായിക്കൊണ്ട് ഒരു കർമ്മം ചെയ്യുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് അപ്രകാരമുള്ള കർമ്മങ്ങൾ വളരെ ശുദ്ധിയും നന്മയും നിറഞ്ഞതായിരിക്കും. അതിലൂടെ പരമമായ ജ്ഞാനം ലഭിക്കും, മോക്ഷം ലഭിക്കും എന്ന് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. യദത്ര ക്രിയതേ കർമ്മ ഭഗവൽ പരിതോഷണം ജ്ഞാനം യത്തദീനം ഹി ഭക്തിയോഗ സമന്വിതം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.